ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ ജില്ലാ കളക്ടറുടെ ജനസമ്പർക്ക പരിപാടിയായ സമാശ്വാസം 2017 തുടക്കമായി. ജനസമ്പർക്ക പരിപാടി വഴിപാടായി മാറിയെന്ന് പ്രതിപക്ഷം. കരവാളൂരിൽ 13കാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതി ഉടൻ പിടിയിലാകുമെന്ന് കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായും SP. കിഴക്കൻ മേഖലയിൽ H1N1 പനി പടരുന്നു. പത്തനാപുരം താലൂക്കിലാണ് H1N1 സ്ഥിരീകരിച്ചത്. വാർത്തകൾ വിശദമായി.
ജില്ലാ കളക്ടറുടെ ജനസമ്പർക്ക പരിപാടിയായ സമാശ്വാസം 2017 അഞ്ചലിൽ തുടക്കമായി. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ ഡോക്ടർ ടി മിത്ര ഉദ്ഘാടനം ചെയ്തു. പൊതുജന പരാതി പരിഹാരം കാര്യക്ഷമമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലാ കളക്ടർ ടി മിത്രയുടെ ജനസമ്പർക്ക പരിപാടിയായ സമാശ്വാസം 2017 അഞ്ചലിൽ തുടക്കമായി. ജനങ്ങളിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് അത് നടപടിയെടുക്കുന്നതിന് പകരം താൽക്കാലികമായി വന്ന് പരാതി സ്വീകരിച്ച് അതിന് നടപടി അന്ന് തന്നെ തീർപ്പാക്കാൻ പറ്റുന്നവരിൽ അന്ന് തന്നെ നടപടിയെടുക്കുക. അല്ലാത്തവയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടേണ്ടവയിലാണെങ്കിൽ നിശ്ചിത കാലാവധി നടപടി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിക്കേണ്ടവയാണെങ്കിൽ സർക്കാരിലേക്ക് അത് സമർപ്പിക്കുക. ആ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പേർ പരാതി സമർപ്പിക്കാൻ എത്തിയിരുന്നു. മുൻപ് നൽകിയ പരാതികളിൽ തീർപ്പാകാതിരുന്ന പരാതികളും ജനസമ്പർക്ക പരിപാടിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. KSEB, വാട്ടർ അതോറിറ്റി, പഞ്ചായത്ത്, ഹെൽത്ത്, പോലീസ് തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രതിനിധികൾ സമാശ്വാസത്തിൽ എത്തിയിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പരാതികൾ അപ്പോൾ തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റ് മേലധികാരികളുമായി പരാതിക്കാരന്റെ സമക്ഷത്ത് വെച്ച് തന്നെ ചർച്ച ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നത് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. ഇതിലൂടെ നിരവധി പരാതികളാണ് പരിഹരിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സമാശ്വാസം 2017 വഴിപാടായി മാറിയതായി കോൺഗ്രസും BJPയും. അർഹരായവർക്ക് പരാതി നൽകാൻ പോലും അവസരം ലഭിച്ചില്ലെന്നും ആക്ഷേപം. കൊല്ലം ജില്ലാ കളക്ടറുടെ പുനലൂർ താലൂക്കിലെ ജനസമ്പർക്ക പരിപാടി സമാശ്വാസം 2017 ആദ്യ പരിപാടി അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിലാണ് നടന്നത്. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലാണ് നടത്തുന്നതെന്നോ എന്നാണ് നടത്തുന്നതെന്നോ ജനപ്രതിനിധികളെ അറിയിച്ചില്ല എന്ന് കോൺഗ്രസിന്റെയും BJPയുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോപിക്കുന്നു. ഈ പരിപാടി ഇവിടുത്തെ അഞ്ചൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ ഇന്ന് പത്രവാർത്തയിലൂടെയും മറ്റുമാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ചില കുൽസിത താൽപര്യക്കാർക്ക് മാത്രമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് തോന്നുന്ന വിധത്തിൽ ആരെയും അറിയിപ്പിക്കാത്ത തരത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭരണസമിതി ഉൾപ്പെടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാരായ ഞങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കുകയോ ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി വാർഡിലെ ആളുകളെ സജ്ജരാക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് പരാതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ അറിയിപ്പുകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്ന് ഞാൻ കളക്ടറോട് അഭ്യർത്ഥിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അവരുടെ സ്തുതിപാഠകരും മാത്രം അറിഞ്ഞു നടത്തിയ പരിപാടിയാണ് ഇതെന്നും ഇതിൽ വിവിധ പരാതികൾ സമർപ്പിക്കുന്നതിന് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ ആരോപിച്ചു. BJP അംഗങ്ങളായ അജിത് കുമാർ, നന്ദകുമാർ, മണിക്കുട്ടൻ എന്നിവരും കോൺഗ്രസ് അംഗം വലിയവിള വേണുവുമാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വെറും വഴിപാട് കഴിക്കലായി പരിപാടി മാറിയെന്നും ഇവർ ആരോപിച്ചു. ജനപ്രതിനിധികളെ അറിയിക്കാതിരുന്നതിനാൽ അർഹതപ്പെട്ടവർക്ക് പരാതി നൽകാൻ കഴിഞ്ഞില്ലെന്നും അവർക്ക് ഇനിയൊരു അവസരം കൂടി നൽകണമെന്നും ആവശ്യപ്പെട്ട് വലിയവിള വേണു ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനത് അത് ബന്ധപ്പെട്ട് കളക്ടർക്ക് ഒരു പരാതി കൊടുക്കുകയുണ്ടായി. കളക്ടർ പറയുകയുണ്ടായി എല്ലാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരെയും ഇവർ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈ വിവരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ വാർഡുകളിൽ ആവശ്യങ്ങളും ഈ പരാതികളുമായി ഒരുപാട് ആളുകൾ പരാതി കൊടുക്കുന്നതിന്റെ ആവശ്യകതയുണ്ട്. ഈ ഇന്നത്തെ ജനസമ്പർക്ക പരിപാടി അവർ ആരും അറിയാത്ത സ്ഥിതിക്ക് നമുക്കൊരു അവസരം നൽകണം എന്നാവശ്യപ്പെട്ട് ഞാൻ കളക്ടർ ഒരു കത്ത് നൽകിയിട്ടുള്ളതാണ്. കളക്ടർ തഹസിൽദാരോട് ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തിലെയും സെക്രട്ടറിമാർക്ക് ഇതിന്റെ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചു. എന്നാൽ ഈ വിവരം ജനപ്രതിനിധികളെ അറിയിക്കാൻ നിർദ്ദേശമില്ലായിരുന്നുവെന്നും ബന്ധപ്പെട്ട രേഖകളുമായി സമാശ്വാസം പരിപാടിക്ക് ഹാജരാകാൻ മാത്രമേ അറിയിപ്പ് ലഭിച്ചുള്ളൂ എന്നുമാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഷ്യം. ആതിഥേയരായ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ തന്നെ ഇത്തരം പരാതികളുമായി രംഗത്തെത്തിയത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി മാറി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കിഴക്കൻ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാവുമ്പോഴും കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താനാകുന്നില്ല. പിടിയിലാകുന്നത് കഞ്ചാവ് മാഫിയയുടെ ഏജന്റന്മാരും ചില്ലറ വിൽപ്പനക്കാരും മാത്രം. ദിവസേന 10,000 രൂപയുടെ കഞ്ചാവാണ് പുനലൂർ നഗരത്തിൽ വിറ്റഴിക്കുന്നത്. യുവാക്കളടങ്ങിയ സംഘങ്ങളാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കായി രംഗത്തുള്ളത്. ഹോൾസെയിൽ കച്ചവടക്കാരുടെ ഏജന്റന്മാരാണ് പലപ്പോഴും എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. ചില്ലറ വിൽപ്പനക്കാരും ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നുണ്ട്. എന്നാൽ ഹോൾസെയിൽ കച്ചവടക്കാരിലേക്ക് അന്വേഷണം എത്താറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും അന്വേഷണം ഏജന്റന്മാരിലും ചില്ലറ വിൽപ്പനക്കാരിലുമായി ഒതുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ എക്സൈസിനോ പോലീസിനോ കഴിയുന്നില്ല.
കഴിഞ്ഞ ഒരു മാസത്തിനിടെ 8 കിലോഗ്രാം കഞ്ചാവാണ് പോലീസും എക്സൈസും ചേർന്ന് കിഴക്കൻ മേഖലയിൽ നിന്ന് പിടികൂടിയത്. 15ഓളം കേസുകളും എടുത്തിരുന്നു. 7 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. ഹോൾസെയിൽ കച്ചവടക്കാരിലേക്ക് അന്വേഷണം നീങ്ങിയാൽ മാത്രമേ കിഴക്കൻ മേഖലയിലെ കഞ്ചാവ് വിൽപ്പന പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂരിൽ 13കാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതി ഉടൻ പിടിയിലാകുമെന്ന് കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായും SP. കഴിഞ്ഞ മാസം 19-നാണ് കരവാളൂർ പൊയ്കമുക്ക് സ്വദേശിയായ 13കാരനെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായതായി തെളിഞ്ഞിരുന്നു. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും അന്വേഷണം ഊർജിതമായി നടന്നുവരികയാണെന്നും പ്രതി ഉടൻ വലയിലാകുമെന്നും കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഇതൊന്ന് അത് ഏകദേശം ഒരു പ്രൂവിലേക്ക് വന്ന സന്ദർഭത്തിലാണ് ഈ ഒരു കേസ് വന്നത്. അതാണ് പിന്നെ പെട്ടെന്നൊന്ന് ഡൈവേർട്ട് ചെയ്ത് കുറച്ച് ഇതായിപ്പോയത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇന്നുകൊണ്ട് തന്നെ വീണ്ടും അത് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഒരു ചെറിയ ക്രൂവിലേക്ക് വന്ന ഒരു സന്ദർഭം. അപ്പോൾ ഈ കേസ് വന്ന് എല്ലാവരും തന്നെ പിന്നെ പെട്ടെന്ന് ശ്രദ്ധ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് എല്ലാവരും കൂടെ ഇതിലേക്ക് പോയി. പക്ഷെ അത് വീണ്ടും ആ കേസ് കുറച്ച് കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ പറ്റും, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനോടകം തന്നെ നിരവധി ആളുകളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണത്തിലെ ആദ്യ വേഗം പിന്നീട് ഇല്ലാതായതായി ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് SP-യുടെ പ്രതികരണം പുറത്തുവന്നത്. MP NK പ്രേമചന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികൾ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. White Pearl Fashion Destination, Main Road, Punalur. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur. കിഴക്കൻ മേഖലയിൽ H1N1 പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനാപുരം താലൂക്കിൽ ഇളമ്പലിലും ശാലേപുരത്തുമാണ് പനി സ്ഥിരീകരിച്ചത്. ഇളമ്പലിൽ പനി ബാധിച്ച് മരിച്ച വീട്ടമ്മയ്ക്ക് H1N1 സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കിഴക്കൻ മേഖല H1N1 ഭീതിയിലായത്. പത്തനാപുരം താലൂക്കിൽ വിളക്കുടി പഞ്ചായത്തിൽ ഇളമ്പലിലും പത്തനാപുരം പഞ്ചായത്തിൽ ശാലേപുരത്തുമാണ് ഇതുവരെ H1N1 സ്ഥിരീകരിച്ചത്. രോഗലക്ഷണവുമായി എത്തുന്നവർക്ക് H1N1 പനിക്കെതിരായ പ്രതിരോധ മരുന്നും ആരോഗ്യവകുപ്പ് നൽകി വരുന്നു.
നീണ്ടു നിൽക്കുന്ന ജലദോഷം, മൂക്കൊലിപ്പ്, പനി, ശരീരവേദന, ചുമ എന്നിവയാണ് H1N1 പനിയുടെ ലക്ഷണം. ഇതിൽ ഏതെങ്കിലുമുള്ളവർ അടിയന്തരമായി ചികിത്സ തരണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചികിത്സ വൈകുന്നതും സ്വയം ചികിത്സയും അപകടകാരണമാകും. ഒസാൾട്ടാമിവിൻ ഗുളികകളാണ് H1N1-നെതിരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ H1N1 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിവരുന്നു. H1N1 പ്രതിരോധത്തിനായി കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഗർ ഷാ പറഞ്ഞു. സാധാരണ വൈറൽ പനി പോലെ തന്നെയാണ് ഇത് കണ്ടുവരുന്നത്. സാധാരണ ഒരു ജലദോഷപ്പനി കാണുന്ന മാതിരി മൂക്കൊലിപ്പും ബാക്കി പനിയുടെ ശാരീരിക അസ്വസ്ഥതകളും ശരീരവേദനയും തലവേദനയും ചൂടും ടെമ്പറേച്ചറും ഒക്കെ ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇത് ആദ്യത്തെ പനി കണ്ടുവരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസവും പനി കണ്ടു തുടങ്ങിയ ശേഷമുള്ള 7 ദിവസം വരെയാണ് മറ്റുള്ളവർക്ക് പകരാൻ സാധ്യത കൂടുതൽ. സാധാരണ വൈറൽ പനി തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് സാധാരണ ആരോഗ്യമുള്ള ആൾക്കാർ ഇതിനകത്ത് ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഇത് നിശബ്ദമായിട്ട് പകർന്നുകൊണ്ടിരിക്കും. സാധാരണ പനി പോലെ തന്നെ നമ്മൾ സാധാരണ ജലദോഷ പനിക്കൊക്കെ നമ്മൾ സ്വയം ചികിത്സ നടത്തി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ തന്നെ ഇത് മരുന്ന് കഴിക്കുക, അതിൽ അങ്ങനെ ചികിത്സിക്കാൻ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ വൈദ്യ ചികിത്സ വേണ്ടതുണ്ട്. മരുന്ന് സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. ഞാൻ പറഞ്ഞ മാതിരി വാർദ്ധക്യം അല്ലെങ്കിൽ മറ്റ് അനുബന്ധമായ മറ്റ് സിസ്റ്റം അവയവങ്ങളെ ബാധിക്കുന്ന മാതിരി മദ്യപാനി, കരൾ രോഗം, വൃക്കരോഗങ്ങളൊക്കെ ഉള്ളവരൊക്കെ നിർബന്ധമായിട്ടും ആധുനിക ചികിത്സ എടുക്കാൻ, പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ജലദോഷം പോലുള്ള ഏത് പനി കണ്ടാലും ഉടൻ ആധുനിക ചികിത്സ എടുക്കുകയും അത് ഇതിനെതിരായിട്ടുള്ള മരുന്ന് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ പ്രധാനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുകയും ചെയ്യുന്നു. തെന്മല പഞ്ചായത്തിൽ ഒറ്റയ്ക്കൽ, പള്ളിമുക്ക്, ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ, 40-ാം കുറ്റി എന്നിവിടങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. തെന്മല പഞ്ചായത്തിലെ 4-ാം വാർഡ് ഒറ്റയ്ക്കൽ പള്ളിമുക്കിന് മുകൾ ഭാഗം ഒറ്റയ്ക്കൽ LP സ്കൂളിന് സമീപം പഞ്ചായത്തിന്റെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം നഷ്ടമാകുന്നു. പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഒരാഴ്ചയിലേറെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശത്ത് ഒരാഴ്ചയായി കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി വെള്ളം നാശം വന്നുകൊണ്ടിരിക്കുകയാണ്. അനേകം ലിറ്റർ വെള്ളമാണ് നാശം വന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ നിരവധി തവണ പരാതിപ്പെടുകയും വാട്ടർ അതോറിറ്റിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടാവുകയോ അവർ വന്ന് നോക്കുക കൂടി ചെയ്തിട്ടില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. മിനിറ്റിൽ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ 1 മണിക്കൂറിൽ 60 ലിറ്റർ വെള്ളം വീതം ഒരു ദിവസം 1440 ലിറ്റർ വെള്ളമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാഴായി പോകുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. തൊളിക്കോട് വിളക്കുപാറ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. അറ്റകുറ്റപ്പണികൾ പോലും ഇവിടെ നടക്കുന്നില്ല. ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. പുനലൂരിൽ നിന്ന് RPLലേക്കും വിളക്കുപാറയിലേക്കുമുള്ള ഏക റോഡാണിത്. മാത്രമല്ല KSRTCയും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. മാസങ്ങളായി റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. കാലാകാലം കൊണ്ട് ഈ തൊളിക്കോട് മുതൽ ഈ റോഡുകളൊന്നും ഇവിടെ നന്നാക്കാൻ പാച്ചു വർക്കൊന്നുമില്ല. ഇവിടെ പൈപ്പ് ലൈനാന്ന് കുഴിയെടുത്തിട്ടിട്ട് എത്രയോ നാളായി. ഇപ്പം തന്നെ അതിനെ കുറിച്ച് എത്ര ആൾക്കാർ ഈ പൈപ്പ് ലൈനിൽ വന്ന് ഈ കുഴിക്കകത്ത് വന്ന് ബൈക്കുകാരും സൈക്കിളുകാരും എത്ര പേര് വീണ ചരിത്രങ്ങളുണ്ടെന്നറിയാം. ഇപ്പോൾ ഉടനെ ഇതിൻ്റെ പണി നടക്കും, ഉടനെ ഇതിൻ്റെ പണി. ഇത് ഈ റോഡെന്ന് പറഞ്ഞാൽ പുനലൂരിൽ നിന്ന് തൊളിക്കോട് വന്നിട്ട് നേരെ വിളക്കുപാറ, അതായത് RPL മെയിനായിട്ട് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുണ്ടാവും, RPLലേക്ക് പോകുന്ന റോഡാണ്. അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് പറയുന്നതല്ലാതെ യാതൊരു തുടർ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ലൈവ് വാർത്ത, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62-ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. ചരിത്രം വിളിച്ചൂടുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്.
ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. ഭക്തി നിർഭരമായ ഘോഷയാത്രയും നടന്നു. തെക്കൻ ജില്ലയിലെ ഏക നരസിംഹസ്വാമി ക്ഷേത്രമാണ് ഏരൂർ തൃക്കോയിക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഈ മാസം 9-ന് ആരംഭിച്ച തിരുവുത്സവത്തിന് ബുധനാഴ്ച നടന്ന എഴുന്നള്ളത്ത് ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം സമാപനമായി. ഉത്സവത്തിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ വാഹന വിളംബര ഘോഷയാത്രയും നടന്നു. ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച എഴുന്നള്ളത്ത് ഘോഷയാത്ര പാണയം സ്കൂൾ ജംഗ്ഷൻ, ഏരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം, ആയിരവല്ലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ആലഞ്ചേരി ശ്രീ രാധാമാധവ ക്ഷേത്രം വഴി തിരികെ ക്ഷേത്രത്തിൽ സമാപിച്ചു. ഘോഷയാത്രയ്ക്ക് മുത്തുകുടകൾ, താലപ്പൊലി, പഞ്ചവാദ്യം, ഗജവീരന്മാർ, ചെണ്ടമേളം, പൂക്കാവടി, തെയ്യം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അകമ്പടി സേവിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി ബിസിനസ് ന്യൂസ്. പുനലൂരിൽ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ വൈദ്യശാല പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പട്ടണത്തിലൊരു സ്ഥാപനം കൂടി ആരംഭിക്കുകയാണ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആധുനികമായ ഇപ്പോഴത്തെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ശാന്തിഗിരി കുറച്ച് മനുഷ്യന് ദോഷമല്ലാത്തതും പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതുമായിട്ടുള്ള ധാരാളം പ്രോഡക്റ്റുകൾ ശാന്തിഗിരിക്ക് ഉണ്ട്. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള മസ്കറ്റ് ബിൽഡിംഗിലാണ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ വൈദ്യശാല പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര ബ്രാഞ്ച് ഇൻചാർജ് സ്വാമി മധുരനാഥൻ ജ്ഞാനതപസി അധ്യക്ഷനായി.
പുനലൂർ ശാന്തിഗിരി ആയുർവേദ സിദ്ധവൈദ്യശാല പ്രൊപ്പറേറ്റർ ഡീനു ഫിലിപ്പ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുനലൂർ രൂപത മെത്രാൻ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആയുർവേദത്തിന്റെയും സിദ്ധവൈദ്യത്തിന്റെയും മേന്മകൾ കോർത്തിണക്കി ശാസ്ത്രീയവും ചെലവ് കുറഞ്ഞതുമായ ചികിത്സ നൽകുക എന്നതാണ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധവൈദ്യശാലയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ക്രിസ്റ്റി ജോസഫ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ്, വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ് തിലകൻ, സുഭാഷ് ജി നാഥ്, ഷാജി ഇ കെ തുടങ്ങിയവർ സംസാരിച്ചു. ബിസിനസ് ന്യൂസ് ലൈവ് വാർത്ത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ ജില്ലാ കളക്ടറുടെ ജനസമ്പർക്ക പരിപാടിയായ സമാശ്വാസം 2017 തുടക്കമായി. ജനസമ്പർക്ക പരിപാടി വഴിപാടായി മാറിയെന്ന് പ്രതിപക്ഷം. കരവാളൂരിൽ 13കാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതി ഉടൻ പിടിയിലാകുമെന്ന് കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായും SP. കിഴക്കൻ മേഖലയിൽ H1N1 പനി പടരുന്നു. പത്തനാപുരം താലൂക്കിലാണ് H1N1 സ്ഥിരീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.